നേരെ തന്നെ മറുപടി പറയാൻ കഴിയുന്ന സദ്വൃത്തരായ ഉലമാക്കൾ, അമലുകൾ സഹായിച്ചിട്ട് അമലുകൾ പറഞ്ഞു കൊടുത്തിട്ട് മറുപടി പറയാൻ കഴിയുന്ന സദ്വൃത്തരായ സജ്ജനങ്ങൾ, മൂലേര് പറഞ്ഞു കൊടുത്തിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലെത്തുന്നതായ നല്ല നല്ല മനുഷ്യന്മാർ ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞാൽ ഖബറിന്റെ അകത്തിന്നം സ്വാലിഹ നം ഖനൗമത്തിൽ അറൂസ്, പുതിയ പളനെ പോലെ നീ കടന്നുറങ്ങിക്കോ. ഖിയാമത്തിന്റെ കയാറി കേൾക്കുമ്പോൾ ഉണർന്നാ മതി, സലാമക്കെങ്കിലും പറയുമ്പോ അത് കേട്ടാ മതി, അന്നേരം മടക്കിയാ മതി. ഇവിടെ ആരും നിന്നെ ഉറക്കിൽ നിന്ന് ഉണർത്തൂല, ഇവിടെ ആരും നിന്നെ ശല്യം ചെയ്യൂല. പുതിയാപ്പിളർക്ക് നന്ന് പുതിയാപ്പിള അറയിൽ വന്ന് കടന്നാല് മാനമുള്ള തറവാട്ടുകാരാ പുതിയാപ്പിളിനെ വിളിച്ചോണ്ടൂല. ഉറങ്ങിക്കണോ നോക്കുള്ളൂ. മാനുള്ള തറവാട്ടുകാർ പുതിയാപ്പിളിനെ വിളിച്ചോണ്ടോ. നല്ലൊരു പുതിയാപ്പിള കുട്ടിയിൽ വന്നാല് സുബൈക്കച്ചാതെ ഉറങ്ങുകയാണെങ്കിലും കൂടി വിളിച്ചോണ്ടില്ല. അതതിന്റെ മര്യാദ. പുതിയാപ്പിളല്ലേ എങ്ങനെയപ്പം വിളിക്കുക, അല്ല മര്യാദ. ആ മര്യാദ വെച്ചിട്ട് ആ റസൂലുള്ള പഠിപ്പിക്കുന്ന നൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, ആരും ശല്യം ചെയ്യൂല. നിനക്കിവിടെ സ്വാതന്ത്ര്യമാണ്, നിനക്കിവിടെ ബഹുമാനമാണ്, നിനക്കിവിടെ ആദരവാണ്, നിനക്കിവിടെ മാനമാണ്. ആരും നിന്നെ മാനിക്കും. നല്ല ഉറക്കം, അത് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന ഏറ്റവും സുന്ദരമായ ഒരു കടത്തം കിടക്കും. ഏതാണ് ആ കടത്തത്തിന്റെ രീതി എന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധരിക്കുന്നു, അൽ മുഅ്മിനു ഫീ ഖബ്രിഹി ഫീ റൗദത്തിൻ ഖദ്റാ, നല്ല പച്ച പിടിച്ച തോട്ടം, അരുവികളുണ്ട്, നദികളുണ്ട്, തോടുകളുണ്ട്, ഈത്തപ്പഴമുണ്ട്, അടക്കുണ്ട്, തേങ്ങുണ്ട്, കുരുമുളകുണ്ട്. നമ്മളെ നാട്ടിൽ എന്താ പരിചയം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കണ്ണിന് കൗതുകമുള്ള എല്ലാമുള്ള ശ്യാമളമായ തോട്ടം. ആ തോട്ടമായവൻ അനുഭവപ്പെടും. നേരത്തെ ഹദീസിൽ പറഞ്ഞില്ലേ, ഞാൻ തോട്ടമാകും നല്ല മനുഷ്യനേന്ന്. നല്ല ഒരു ഉദ്യാനം, സ്വർഗീയാരാമം. ഇരുട്ടടിയിൽ ആരെത്ര അളന്നുകൊണ്ട് കുതുസാക്കിയ ഖബറാണ് അവന് വേണ്ടി കീറിയിട്ടുള്ളതെങ്കിലും ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസി ഉത്തരത്തിൽ ജയിച്ചാൽ, മലക്കുകളോട് മറുപടി പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ആ ഖബറിന്റെ അകത്ത് 70 മുഴത്തോളം വീതി വരും. ആ ഖബർ വെളിച്ചം വെക്കും, അതിൽ നല്ല പ്രകാശം കാണും. ഹത്തായകൂനകൽ ഖമറി ലൈലത്തുൽ ബദർ, 14 രാവിലെ പൂർണ്ണ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിഹായത്തിൽ വെളിച്ചം വരുന്നത് പോലെ, ഭൂമിയിൽ വെളിച്ചം പരക്കുന്നത് പോലെ അവരുടെ ഖബറിന്റെ അകത്ത് തിളക്കമുള്ള വെളിച്ചം പരക്കും. പച്ചപ്പുകൾക്കിടയിൽ നല്ല വെളിച്ചമുണ്ടാകും. സ്വർഗീയ സുഖം അവന് കിട്ടും. 70 മുഴമുള്ള വലിയ ഒരു റൂമിൽ കിടന്ന് സുഖമായിട്ട് അവൻ സുഷുപ്തിയിലാറാടാം. അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സൗഭാഗ്യം ഖബറിന്റെ അകത്ത് എങ്ങനെയെങ്കിലും ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൽമിന്റെ പേരിൽ കിട്ടിയാലും വേണ്ടില്ല, സൽക്കർമ്മങ്ങൾ വന്ന് സഹായിച്ച് കിട്ടിയാലും വേണ്ടിയില്ല, മൂലേരെ തെൽക്കിനോദിയിട്ട് പറഞ്ഞു കേട്ടിട്ട് ഓർമ്മയായാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും മറുപടി കൊടുത്തിട്ട് ഈ സൗഖ്യം അല്ലാഹു തആല നമുക്കേവർക്കും നൽകുമാറാവട്ടെ. അതാണ് ചിന്ത. അങ്ങനെ വേണ്ടത്, നിഷേധമല്ല. അതെന്തിനാ അങ്ങനെ, ഇതെന്തിനാ അങ്ങനെ, അവിടുന്ന് കിട്ടിയത് ഇതല്ല ചോദിക്കേണ്ടത്. പരമ്പരാഗതമായി നടന്നു വരുന്ന ആചാരങ്ങളിലെല്ലാം, സദ്വൃത്തന്മാർ നടത്തി വരുന്ന ആചാരത്തിലെല്ലാം പാഠമുണ്ട്, ഉപകാരമുണ്ട്. ഈ വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മെ അപകടപ്പെടുത്തൂല. ആ വിശ്വാസപ്രകാരം അള്ളാഹു ആ രംഗത്ത് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഉത്തരൊന്നും കൊടുക്കാത്ത ആളാണെങ്കിലോ വെറുതെ കിടക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഹദീസ്, അത്തദറൂന ഫീമൻ ഉൻസിലത് ഹാദിഹിൽ ആയ, ഞാനൊരു ആയത്ത് പറയാം, ഇത് ആരിലാ ഇറങ്ങിയത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് ഓതിയ ആയത്തെന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ ഖാല അലം തഅതിക ആയാതി ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ ഖാല അല്ലാഹു അസ്സ വജൽ. ഒരു സുദീർഘമായ ആയത്ത്. ഈ ആയത്തിൽ എന്താ പറയുന്നറിയോ? ഞാനതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതസാരം പറയാം. വമൻ അഅറള അൻ ദിക്രി, എന്നെ ഓർമ്മയില്ലാതെ ഒരാൾ ജീവിച്ചാൽ, വാക്കിന്റെ അർത്ഥം തന്നെ വമൻ അഅറള അൻ ദിക്രി, എന്നെ ഓർമ്മയില്ലാതെ ഒരാൾ ഇഷ്ടം പോലെ ജീവിച്ചുകൊണ്ടിരുന്നാൽ ഫഇന്ന ലഹു മഈശതൻ വൻകാ, കുടുസാർന്ന ഒരു ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. നിശ്ചയം ഇതിൽ പെട്ടാണ്, അത് ഉറപ്പാ, അത് സത്യമാണ്. അവനെ നിശ്ചയം കാത്തിരിക്കുന്നത് കുടുസാർന്ന ഒരു ജീവിതമാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പിന്നെ അവനെ നാം ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നത് കണ്ണുപൊട്ടനായിട്ടായിരിക്കും, അന്ധനായിട്ട്.
ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കണ്ണ് കാണുന്ന മനുഷ്യനല്ലായിരുന്നു, മരിക്കോളം കണ്ണിന് കാഴ്ചക്ക് കേടില്ലായിരുന്നല്ലോ, എന്തേ ഞാനിവിടെ അന്ധനായി എന്ന് അയാൾ ചോദിക്കും. അപ്പൊ അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, എടോ ഞാൻ ആയത്തുകൾ ഇറക്കി, ഖുർആൻ പഠിപ്പിച്ചു, പണ്ഡിതന്മാർ ഊതി പറഞ്ഞു, ആയത്തോതി വേണം പറഞ്ഞു, അതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോ അതൊക്കെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ നീ കളഞ്ഞില്ലേ, വിസ്മൃതമായി നീ ജീവിച്ചില്ലേ, മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് നീ കൂത്താടിയില്ലേ, ഇപ്പോ നിന്റെ കണ്ണിന് കാഴ്ച തരാൻ ഞാനിവിടെ മറക്കുന്നു, സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു, നിന്നെപ്പറ്റി ഞാൻ പറ്റ മറന്നു, നീ കൂരാക്കൂരിട്ടത്ത് കണ്ണ് കാണാതെ വാ എന്നവനോട് പറയുമെന്ന് അല്ലാഹു തആല ഖുർആൻ. അള്ളാന്റെ ഈ ഖുർആനിന്റെ ലളിത സാരം കേട്ടാൽ തന്നെ തിരിഞ്ഞൂടെ, ഖിയാമത്ത് നാളിന്റെ മുമ്പുള്ള ജീവിതമാണ് ഈ ജീവിതം. എന്നെ ഓർക്കാതെ ഒരാൾ ജീവിച്ചാൽ കുടുസാർന്ന ജീവിതമാണ് അവന്റെ ജീവിതം. പിന്നെ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ അവനെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അന്ധനായി. അപ്പൊ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ മുൻപ് അവൻ മരിച്ചു ചെന്ന ശേഷം ഖബറിന്റെ അകത്തെ ബർസഖിന്റെ ജീവിതമാണ് ഈ ജീവിതം. റസൂലുള്ളാഹി തന്നെ അതാ പറയുന്നത്, അദാബുൽ കാഫിരി ഫിൽ ഖബർ വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹു ലയുസല്ലതു അലൈഹി 99 തിന്നീന. ഇത് അദാബുൽ ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. അവിശ്വാസിയായ സത്യവിശ്വാസിയല്ലാത്ത ഒരു മനുഷ്യന്റെ മേൽ 99 തിന്നീനുകളെ അല്ലാഹു തആല ഖബറിന്റെ അകത്ത് അധികാരപ്പെടുത്തും. തിന്നീൻ അത്തദറൂന മത്തിന്നീൻ, എന്താണോ തിന്നീൻ? സ്വഹാബാക്കൾ നടാട് കേൾക്കുക ശബ്ദം, ഇത് നുബുവത്തിന്റെ ശബ്ദ. അറബികളാണ് എന്താ, അള്ളാന്റെ റസൂല് വഹയിറങ്ങിയ വാക്ക് പറയുമ്പോ അറബിലുള്ളതാണെങ്കിൽ അവർക്കാർക്കും അറിയില്ല. ഞാൻ എവിടുന്നോ ഡിക്ഷണറിയിൽ നിന്ന് ഒരു വലിയ മലയാളം നോക്കി പഠിച്ചു വന്നിട്ട് ആ മലയാളം ചിലപ്പോൾ നമുക്ക് തിരിയുന്ന സാധാരണ ഭാഷ തന്നെയായിരിക്കും, അത് നമ്മളെ ആൾക്കാർക്ക് തിരിഞ്ഞോണമെന്നില്ലല്ലോ, അത് നമ്മളെ ഭാഷയിൽ തന്നെ വരാം. നമ്മളെ കുച്ചക്കുംഭങ്ങൾ എന്നിപ്പോ ഞാൻ പറഞ്ഞാല് മലയാളം തിരിയുന്നവർക്കൊക്കെ തിരിയിരിക്കും, നമ്മളമ്മമാർക്കൊന്നും തിരിഞ്ഞേക്കൂല്ലോ. കുച്ചക്കുംഭങ്ങൾ എന്ന് പറഞ്ഞാലേ തിരിയില്ല. കുച്ചക്കുംഭങ്ങൾ ഈ കാണുന്ന സാധനത്തിനായി പറയണ്ടേ, പെണ്ണുങ്ങളെ മുമ്പിലുള്ള ആടുന്ന സാധനല്ലേ, അതിന് ആ മൊല എന്ന് പറഞ്ഞാൽ വേഗം തിരിയും അല്ലേ. കാർക്കൂമ്പൽ എന്ന് പറഞ്ഞാല് നിങ്ങളെ തലയിൽ തപ്പി വെക്കണ മുടിക്കാണ് ഈ പറയാം, പെണ്ണുങ്ങളെ തലയിലെ മുടി തപ്പി വെക്കണത് കാർക്കൂമ്പൽ. ഇങ്ങനെ ഓരോ ഭാഷയിലെ ഭാഷ നമ്മളെ പ്രയോഗത്തിലില്ലെങ്കിൽ ഡിക്ഷണറി ഭാഷയാണെങ്കിലും തിരിയൂല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് വഹയിന്റെ ഭാഷയാ, അപ്പൊ ഏതായാലും തിരിയൂല. അപ്പൊ തങ്ങൾ തിന്നി എന്നുള്ളത് ചോദിച്ചാൽ തെതുറൂന മത്തിന്നി, തിന്നി എന്നാ തിരിഞ്ഞോ? സ്വഹാബാക്കൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്ക് എങ്ങനെ തിരിയാനാ നബിയെ, അല്ലാഹു റസൂലിനെ തിരിയ. നബി പറഞ്ഞു 99 ഹയ്യ ലികുല്ലി ഹയ്യത്തിൻ 9 റൂസ്, 99 പെരുമ്പാമ്പടോ, പെരുമ്പാമ്പ് 99 പാമ്പ്. ഒരു പാമ്പിന് തന്നെ 9 തലയുണ്ട്. 99 പാമ്പിലെ ഒരു പാമ്പിന് തന്നെ 9 തലയുണ്ട്. തംഫുഹു ഫീ ജിസ്മിഹി വതഖദിശുഹു ഇലാ യൗമിൽ ഖിയാമ, അവന്റെ ശരീരത്തിൽ അത് വിഷവായു കൊണ്ട് ഊതിക്കൊണ്ടിരിക്കും. സർപ്പം 9 തലയുള്ള 99 പാമ്പുകൾ അവനെ ഊതിക്കൊണ്ടിരിക്കും. വിഷത്തിൽ അവൻ കിടന്ന് പൊരിയും, അവനെ കാർന്ന് കൊത്തിക്കൊണ്ടിരിക്കും. അവിടെ നിന്നവനെ അന്ധനായി നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലൗ അന്ന തിന്നീനം വാഹിദൻ മിൻഹാ നഫഖ ഫിൽ അർദ് മാ അംബതത് ശൈഅൻ മാ ബഖിയത്തിദ് ദുനിയ. റസൂലുള്ളാഹിന്റെ ഹദീസാത്. ആ തിന്നീനിൽപ്പെട്ട ഒരൊറ്റ തിന്നീൻ ദുന്യാവിന്റെ ഭൂമിന്റെ മുകളിലാണെങ്കിൽ അത് ദുന്യാവിന്റെ മോളേക്ക് ഒന്ന് പണം നിർത്തിയിട്ട് ഊതിയാൽ ആ ഊത്ത് കൊണ്ട പ്രദേശത്ത് ദുന്യാവിലെ മണ്ണ് ഖിയാമം വരെ ഒരു പുല്ല് കിളിർപ്പിക്കൂല, അത്ര വലിയ വിഷം. ഒരൊറ്റ ഊത്തൂതിയാൽ ആ ഊത്ത് തട്ടിയ ദുന്യാവിന്റെ മുകളിൽ ഖിയാമം വരെ പുല്ല് കിളിർക്കൂല. അങ്ങനെ ഭൂമിയെ വരണ്ടുണക്കാൻ ശേഷിയുള്ള വിഷങ്ങൾ വമിക്കുന്ന 99 പാമ്പുകൾ ഒരു പാമ്പിന്റെ 9 തല വീതം വെച്ചിട്ട് അവനെതിരെ ഊതിക്കൊണ്ടും അവനെ കൊത്തിക്കൊണ്ടും കാർന്നുകൊണ്ടും ഖിയാമം വരെ ഖബറിന്റെ അകത്ത് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയാണ് വിശ്വാസമില്ലാത്ത, മറുപടി പറയാത്ത, സക്രമിയല്ലാത്ത, നല്ലവനല്ലാത്ത മനുഷ്യനെ ഖബറിൽ കാത്തിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അറബ് നബിയുടെ വിവരണവും. ഇനി ഇതിലപ്പുറം തെളിവെന്ത് വേണം സഹോദരന്മാരെ, എന്റെ ഉമ്മപങ്ങന്മാരെ? അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് ഖബറിന്റെ അകത്തെ ശിക്ഷ.